എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രിയുടെ 5ാമത്തെ ദിവസമാണ്. ഓരോ തിഥിയിലും ഓരോ രൂപത്തിലാണ് ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പഞ്ചമിയാണ്. ഇന്ന് പഞ്ചമിയാണെങ്കിൽ പോലും ഷഷ്ടിയും കൂടെ ഈ ദിനം കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രൂപമായ സ്കന്ദമാതാ രൂപത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ശ്രീമുരുകനെ മടിയിലിരുത്തി ദർശനം നൽകുന്ന രൂപത്തിലാണ് ഇന്നത്തെ ദേവീഭാവം. താരകാസുരൻ ബ്രഹ്മാവിൽ നിന്നൊരു വരം വാങ്ങിയിരുന്നു. തന്നെ ശിവപുത്രൻ മാത്രമേ വധിക്കാവൂ എന്ന്. സതീദേവിയുടെ ജീവത്യാഗത്തെ തുടർന്ന് മഹാതപസ്വിയായി മാറിയിരുന്ന ശ്രീപരമേശ്വരൻ ഉടനെ ഒരു വിവാഹം കഴിക്കില്ലെന്നും അതുവഴി പുത്രനുണ്ടാകത്തില്ലെന്നും താൻ വധിക്കപ്പെടുകയില്ലെന്നും താരകാസുരൻ തീരുമാനിച്ച് ഉറച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വരം ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിക്കുന്നത്. എന്നാൽ കാലത്തിൻ്റെ നിയതി നമുക്ക് മാറ്റാനൊക്കും. താരകാസുരൻ്റെ ശല്യം സഹിക്കമേലാഞ്ഞ് ദേവന്മാർ ശ്രീപരമേശ്വരനെ പ്രാർത്ഥിക്കുകയാണ്. സതീദേവിയുടെ പുനർജന്മമായ ശ്രീപാർവതി തൻ്റെ ഭർത്താവായിട്ട് ശ്രീപരമേശ്വരനെ ലഭിക്കുന്നതിന് വേണ്ടി കഠിന തപസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ശ്രീപരമേശ്വരന് വിവാഹിതനാകാതെ പറ്റുകയില്ലല്ലോ. അങ്ങനെ ശ്രീപരമേശ്വരൻ ശ്രീപാർവതിയെ വിവാഹം ചെയ്യുന്നു. തൻ്റെ സ്ത്രൈണ സവിശേഷമായ വികാരം കൊണ്ട് തനിക്കൊരു പുത്രനുണ്ടാകണം എന്ന് ശ്രീപാർവതി ആഗ്രഹിക്കുകയും തൻ്റെ ആഗ്രഹം ശ്രീപരമേശ്വരനോട് അറിയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് രണ്ടുപേരുടെയും ദിവ്യ ഊർജങ്ങൾ 6 ദിവ്യ തേജസ്സുകളായിട്ട് ഭൂമിയിലേക്ക് ഗമിച്ചു. എന്നാൽ ഭൂമിദേവിക്ക് ഇതിൻ്റെ ശക്തി താങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഈ ദിവ്യ തേജസ്സുകളെ അഗ്നി വഹിക്കുകയാണ് ചെയ്യുന്നത്. അഗ്നി ഇതും കൊണ്ട് പോകുന്നു. അപ്പം പാർവതീദേവി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. തൻ്റെ കുഞ്ഞെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ ഏത് അമ്മയ്ക്കും ആഗ്രഹമുണ്ടല്ലോ. അങ്ങനെ പാർവതീദേവി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അഗ്നി കൊണ്ടുപോകുന്നു കാണുന്നുണ്ട്. എന്നാൽ അഗ്നിക്ക് ഈ ശക്തി സഹിക്കാൻ വരാഞ്ഞിട്ട് അഗ്നി ഈ ദിവ്യ തേജസ്സിനെ ഗംഗയിൽ ഒഴുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഗംഗാദേവിക്കും ഈ ദിവ്യ തേജസ്സിൻ്റെ ശക്തി താങ്ങാൻ പറ്റാതെ ദേവി ഇത് തൻ്റെ ഉത്ഭവസ്ഥാനമായ ശരവണപ്പൊയ്യയിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കാർത്തിക നക്ഷത്ര ദേവതകളായ 6 കൃതികകൾ അവരൊത്തുചേർന്ന് ഈ ദിവ്യ തേജസ്സുകളെ ഒരുമിച്ച് ആലിംഗനം ചെയ്തു. അങ്ങനെ ഒരു ഉടലും 6 മുഖമുള്ള ഒരു മനുഷ്യക്കുട്ടി ജന്മമെടുത്തു. അതുകൊണ്ടാണ് മുരുകനെ 6 മുഖൻ എന്ന് വിളിപ്പേര് വന്നത്. കാർത്തിക നക്ഷത്ര ദേവതകൾ ജന്മമെടുക്കാൻ സഹായിച്ചതുകൊണ്ടാണ് കാർത്തികേയൻ എന്ന പേരും അദ്ദേഹത്തിനുണ്ടായത്. മുരുകനെ സ്കന്ദൻ എന്നാണ് പാർവതി വിളിച്ചിരുന്നത്. ഗംഗ കുമാരനെന്നും ഗുഹനെന്ന് ശിവനും വിളിച്ചു പോന്നു. യോഗാരാധനയിൽ ഷടാനനായിട്ടാണ് സ്കന്ദനെ നമ്മൾ പൂജിക്കുന്നത്. മുരുകൻ്റെ കയ്യിലെ ആയുധം വേലാണ്. ശക്തിവേൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വേലിലാണ് ചൊവ്വാഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചൊവ്വാ ദോഷമുള്ള ആളുകൾ സുബ്രഹ്മണ്യനെ ഭജിക്കണമെന്ന് പറയുന്നത്. ദേവിയും മുരുകനും കൂടാണ് ചൊവ്വാദോഷമുള്ളവർക്ക് അതിൻ്റെ ദോഷത്തെ കുറച്ച് അനുഗ്രഹം നൽകുന്നത്.
മുരുകൻ താരകാസുരനെ വധിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാണ്? സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ മാറും അല്ലേ? നമ്മൾ നടക്കില്ല എന്ന് എത്ര തീരുമാനിച്ചാലും കാലം തീരുമാനിക്കും എന്താണ് നടക്കേണ്ടതെന്ന്. അങ്ങനെ മാതാവ് തൻ്റെ മകനെ മടിയിലിരുത്തിയിരിക്കുന്ന ഭാവത്തിലാണ് ഇന്ന് നമ്മൾ ദേവിയെ പൂജിക്കുന്നത്. ഇന്ന് കന്നിമാസത്തിലെ ഷഷ്ടിയും കൂടിയാണല്ലേ. സുബ്രഹ്മണ്യന് വേണ്ടി ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച ആളാണ് പാർവതീദേവി. നമ്മളെല്ലാവരും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുമ്പോൾ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നല്ലേ. എന്നാൽ ദേവി മകന് വേണ്ടി 108 ഷഷ്ടിവ്രതം നോക്കിയെന്നാണ് പറയുന്നത്. എന്തുവാണ് ഈ ഷഷ്ടി? ഒരിക്കല് സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മാവിനോട് ചോദിച്ചു, എന്താണ് പ്രണവത്തിൻ്റെ അർത്ഥമെന്ന്. ഞാൻ ബ്രഹ്മമാണ് എന്ന് ബ്രഹ്മാവ് പറയും. അപ്പോൾ മുരുകൻ വിചാരിക്കും, ഇതെന്താ ഞാനത് ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കളിയാക്കുന്നത്, ഇതെന്നെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ബ്രഹ്മമാണെന്ന് പറഞ്ഞ് ഇരിക്കുന്നത് ശരിയല്ലല്ലോ, തന്നെ പരിഹസിക്കുകയാണല്ലോ എന്ന് തോന്നിയിട്ട് വീണ്ടും മുരുകൻ ബ്രഹ്മാവിനോട് ചോദിക്കും, പ്രണവത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ പറയും. ഞാൻ ബ്രഹ്മമാണെന്ന് അപ്പോഴും ബ്രഹ്മാവ് പറയുമ്പോൾ കുമാരന് ഭയങ്കര ദേഷ്യം വരും, തന്നെ കളിയാക്കുകയാണ് എന്ന് വിചാരിച്ച്. മുരുകൻ ഒരു കയറെടുത്ത് ബ്രഹ്മാവിനെ വരിഞ്ഞു മുറുക്കി കെട്ടിയിടും. ഇത് കണ്ടോണ്ടാണ് പരമശിവൻ വരുന്നത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഈ കുട്ടി കാണിക്കുന്നത്, തെറ്റല്ലേ? പരമശിവൻ പെട്ടെന്ന് വന്ന് ബ്രഹ്മാവിനോട് ക്ഷമ ചോദിച്ചിട്ട് ഈ കയറ് അഴിച്ചു മാറ്റുകയാണ്. അപ്പം മുരുകന് കലശലായ ദേഷ്യം വരും. മുരുകൻ പറയും, എന്നെ പരിഹസിച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കെട്ടിയിട്ടതെന്ന് പറയും. ശിവൻ ചോദിക്കും, എന്ത് പരിഹസിച്ചു, നിന്നെ എന്താണ് ബ്രഹ്മാവ് പരിഹസിച്ചതെന്ന് ചോദിക്കും. പറയും, ഞാൻ പ്രണവത്തിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഞാൻ ബ്രഹ്മമാണെന്ന്. അപ്പോൾ പരമശിവൻ പറയും, ഉണ്ണി, ബ്രഹ്മാവ് പറഞ്ഞത് ശരിയാണ്, നീ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രണവം ഓങ്കാരമാണ്, അതിൻ്റെ അർത്ഥം ഞാൻ ബ്രഹ്മമാണ് എന്ന് തന്നെയാണ്. ഇത് കേൾക്കുമ്പം മുരുകന് വല്ലാത്ത കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ ഒരു കാര്യം നമ്മോട് പറയുമ്പോൾ ആ പറയുന്ന ആളിൻ്റെ സെൻസിൽ കൂടെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അല്ലാണ്ട് നമുക്ക് തോന്നുന്ന രീതിയിലല്ല നമ്മളത് അത് വ്യാഖ്യാനിച്ചെടുക്കേണ്ടത്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. എന്തും പോസിറ്റീവായി എടുക്കണമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കുമാരൻ വിചാരിക്കും, ഇതിനെന്താ ഒരു പരിഹാരമെന്ന്. ഈ കയറുകൊണ്ട് ചുറ്റിയ ആ ഭാഗത്തെ കയറഴിച്ചു മാറ്റിയപ്പോൾ പാമ്പ് ചുറ്റി വരിഞ്ഞ പോലെയാണ് ബ്രഹ്മാവിൻ്റെ ശരീരം ഇരുന്നത്. ഇത് കണ്ടപ്പം മുരുകന് വല്ലാത്ത പശ്ചാത്താപം ഉണ്ടായി. അദ്ദേഹം സ്വയം ഒരു പാമ്പായി മാറി. പാമ്പായി രൂപമെടുത്തിരിക്കുന്ന മകനെ കണ്ടിട്ട് ദേവിക്ക് സഹിച്ചില്ല. അങ്ങനെയാണ് പാർവതീദേവി തുലാമാസത്തിലെ ഷഷ്ടിവ്രതം നോക്കുന്നത്. അങ്ങനെ പാമ്പിൻ്റെ രൂപത്തിൽ നിന്നും മുരുകൻ വീണ്ടും മനുഷ്യരൂപം പ്രാപിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പം ദേവി ഷഷ്ടിവ്രതം നോക്കിയിട്ടാണ് പാമ്പിൻ്റെ രൂപത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലേക്ക് മുരുകൻ തിരികെ വന്നത് എന്ന് പറയുന്നു. വേറെയും ഐതിഹ്യമുണ്ട്. ശൂരപത്മാസുരൻ എന്ന് പറയുന്ന അസുരനും കുമാരനുമായിട്ട് ഒരിക്കലൊരു യുദ്ധം ഉണ്ടായി. അസുരന്മാർ ഭയങ്കര മായാവിദ്യയിലൊക്കെ പ്രാവീണ്യമുള്ളവരാണല്ലോ. പെട്ടെന്ന് അസുരൻ എന്ത് ചെയ്തു, സുബ്രഹ്മണ്യനെയും അസുരനെയും ഒരേ സമയം പാർവതീദേവിയുടെ മുന്നിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. ഇത് കണ്ടപ്പോഴത്തേക്ക് പാർവതിക്ക് വല്ലാത്ത വിഷമമായി, തൻ്റെ മകനെ കാണുന്നില്ല. എന്നൊക്കെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 ദിവസമൊന്നും അല്ലല്ലോ, കാലങ്ങളോളം അല്ല യുദ്ധം നടക്കുന്നത്. അങ്ങനെ
മകനെ കാണാതെ ദേവി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. തുലാമാസത്തിലെ ഷഷ്ടിയുടെ അന്ന് ഈ ശൂരപത്മാസുരനെ വധിക്കുകയും സുബ്രഹ്മണ്യം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അത് സ്കന്ദ ഷഷ്ടിവ്രതം എടുത്തത് കൊണ്ടാണ് അങ്ങനെ സാധിച്ചതെന്ന് പറയപ്പെടുന്നു. അപ്പം എല്ലാ ഷഷ്ടിയും എടുക്കുന്നതിനെക്കാട്ടിലും പ്രാധാന്യം സ്കന്ദഷഷ്ടിക്ക് തന്നെയാണ്. സ്കന്ദഷഷ്ടി എടുത്താൽ മറ്റ് ഷഷ്ടികളെല്ലാം നോക്കിയതിൻ്റെ ഫലം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ സുബ്രഹ്മണ്യ സ്വാമിയെ മടിയിലിരുത്തിയ ദേവീഭാവമാണ് ഇന്ന് നമ്മൾ പൂജിക്കുന്നത്. എങ്ങനെയാണോ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ കരുതലോടെ മടിയിലിരുത്തി സംരക്ഷിക്കുന്നത്, അതുപോലെ ഇന്ന് ദേവിയെ പ്രാർത്ഥിക്കുന്ന, ദേവിയെ പൂജിക്കുന്ന ഭക്തരെ ദേവി അനുഗ്രഹിക്കും. ദേവിയിൽ നിന്ന് അങ്ങനെയുള്ള സുരക്ഷിതത്വവും, അതുപോലെ തന്നെ അമ്മയാണല്ലോ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഗുരു. അപ്പം അറിവും സുരക്ഷിതത്വവും എല്ലാം പ്രദാനം ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് സ്കന്ദമാതാവിനെ ആരാധിക്കുന്ന, പൂജിക്കുന്ന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.